സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കേരളമാണ് കേട്ടോ, കേരളമാണ്. കേരളത്തിൽ മുസ്ലിമികൾ പിന്നോക്കമല്ല, കേരളത്തിൽ മുസ്ലിമികൾ പിന്നോക്കമല്ല. ഇത്രയേറെ പിന്നോക്കം പോയ ആ സമൂഹത്തിന് ജോലി നൽകാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല. 4ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അവസാനം പ്രധാനമന്ത്രി ആലോചിച്ച് കണ്ടുപിടിച്ച് അർജുൻ സിംഗ് ഹിക്മത്ത് പറഞ്ഞു കൊടുത്ത് മദ്രസ പഠിച്ചിട്ടുണ്ടാവും, എന്നാ പിന്നെ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് മതി. കുഞ്ഞാമൂലാർക്കന്റെ സർട്ടിഫിക്കറ്റ് മതി ഗവൺമെന്റ് ജോലി കിട്ടാൻ. നിങ്ങൾ ആലോചിക്കണം, CBSE സിലബസിന് തുല്യമായി മദ്രസ സിലബസിന് അംഗീകാരം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച ഗവൺമെന്റ് നന്ദി പറയാൻ പോലും കഴിയാത്ത കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾക്ക് ചരിത്ര മാപ്പ് നൽകില്ല, ചരിത്ര മാപ്പ് നൽകില്ല എന്ന വിനയപുരസരം ഞാൻ പറയട്ടെ. എവിടെയാണ് പിന്നെ നന്ദി പറയുക? മരിച്ചാലോ? നിങ്ങൾ എപ്പോഴാണ് നന്ദി പറയാ? നിങ്ങൾ അവസാനം കഴിഞ്ഞാലോ? ഹയാത്ത് കാലത്തല്ലേ നന്ദി പറയേണ്ടത്? ഹയാത്ത് കാലത്തല്ലേ നന്ദി പറയേണ്ടത്? എപ്പോഴാണ് നിങ്ങൾ പറയുക? ആ ഗവൺമെന്റാണ് ജനവിധി തേടിയത്, ആ ഗവൺമെന്റ് ആ ജനവിധി തേടി. ഒരാൾ എൻ ഖൗമിയ, എന്താണ് എൻ ഖൗമിയ? അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ബഹുഭാഷാ പണ്ഡിതനല്ല, ബഹുഭാഷാ പണ്ഡിതൻ കൂടുതലാണുള്ളത്. എൻ ഖൗമിയ എനിക്ക് എന്നെ ആരോട് ചോദിച്ചു പറഞ്ഞു യാ ഉമ്മത്തീന. ചിലപ്പോ അതിന് ചാൻസ് ഉണ്ട്. അമ്മാതിരിയാണ് സാധനം കിട്ടുന്നത്. ഈടെ വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ കുറെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ സമാധാനം ഉണ്ടായി. ഞാൻ സമാധാനോട് ചോദിച്ചു, എന്താ ഇവിടെ ആൾക്കാർ? ഓ കല്ലേ അറിയില്ലേ, ഇവിടെയാണ് ഈസാ നബി പ്രത്യക്ഷപ്പെട്ടു. ഈസാ നബി വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഈസാ നബി. ഞാൻ പിന്നെ എന്താണത്? ആ ഒരുത്തം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വേഷം കെട്ടി ആ താടിയും മുടിക്ക വെച്ചു. എന്നിട്ട് ഓൻ പറഞ്ഞു ഞാനാ ഈസാ നബി. അപ്പൊ ഞാൻ പറഞ്ഞു ആൾക്കാർ കൂടിയത് ഓന്റെ അനുയായികളും. ഈസാ നബിക്കും അനുയായികളുണ്ട് കേരളത്തിൽ, ഈസാ നബിക്ക് അനുയായികൾ. എന്റെ അവസാനം ഓൻ പണക്കാട് ഞങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും, MA കാരനാണ്. മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈസാ നബി ഞാനാണ്, ഇത് പണക്കാട് തങ്ങൾ ഇത് അംഗീകരിച്ച് ജനങ്ങളോട് പ്രഖ്യാപിക്കണം. അപ്പൊ നബിയും പറയുന്നത് ഇത് അംഗീകരിക്കേണ്ട ആൾ പണക്കാട് തങ്ങളാണ്. പ്രഖ്യാപിക്കും. നബിക്കും കേരളത്തിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ തങ്ങൾ പോകണം, പണക്കാട് തങ്ങൾ. പിന്നെയാണോ ഈ കാന്തപുരം? നബിക്ക് പോകണം. നബിയാ പറയുന്നത് തങ്ങൾ വേണോ? 4 ആള് എൻ ഖൗമിയ 4 ആളെ കിട്ടിയപ്പോ എന്താ പ്രസംഗം! ഇങ്ങോട്ട് കുത്തിയവനെ അങ്ങോട്ട് കുത്തും. ഇരിക്കൂറി കുത്തി നോക്കി. കിഡ്നി മോഷണ സംഘം അല്ലേ? അന്തർദേശീയ അടിസ്ഥാനത്തിൽ കിഡ്നി മോഷണം സംഘമുണ്ട്. വലിയ പൈസക്കാരാണ്. ചിലപ്പോ അബ്ദുൽ നൂറിൽ ഉലമ അതിൽപ്പെട്ടായിരിക്കും. ഞാൻ കുറ്റപ്പുറത്തേക്ക് കുടിക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു 5-8 മറ്റേ VVIP വണ്ടികൾ, കാറുകൾ. ഞാൻ ആരോട് ചോദിച്ചു, എന്താണ് ഇത് ഇലക്ഷന് വേണ്ടി കലക്ഷൻ പിടിച്ചെടുത്താണോ വണ്ടി എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നല്ല, നമ്മുടെ അബ്ദുൽ നൂർ മൗലവിൻ്റെതാണ്. കാന്തപുരത്തിന്റെ ആസാമിയുടെ അബ്ദുൽ നൂർ മൗലവി. 5-8 വണ്ടികൾ. ഇത് ഷെയ്ഖുന സാധാരണ ഓടുന്ന വണ്ടിയാണ്. അതിന്റെ കറാമത്ത് തന്നെ കണ്ടത്. ആ വണ്ടി മുഴുവൻ സ്റ്റേഷനിലാണ്, ഷെയ്ഖുന ഓടുന്ന വണ്ടി. അപ്പോൾ ഞാൻ വിനയപുരസരം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കേരളത്തിലെ മാത്രം തെരഞ്ഞെടുപ്പല്ല, ഇന്ത്യ രാജ്യത്തെ അടക്കം തെരഞ്ഞെടുപ്പാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ എതിർത്തത് ബുദ്ധിപൂർവ്വമാണ്, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. എന്താ കാര്യം? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് പശ്ചിമബംഗാളിലും കേരളത്തിലുമാണ്. പശ്ചിമബംഗാളിലും കേരളത്തിലും കോൺഗ്രസിന്റെ കൂടെ മുന്നിൽ നിന്ന് മത്സരിക്കാൻ പറ്റും. ആരോടെ മത്സരിക്കുക? ഇവിടെ BJP ഉണ്ടോ? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ആണവ കരാർ എന്ന പേര് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ആണവ കരാർ എന്ന പേര് പറഞ്ഞ് രക്ഷപ്പെട്ട് കോൺഗ്രസിനോട് മത്സരിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ മനസ്സിലാക്കാം, CPIക്കും CPMനും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരെന്തിനു പറയണം? ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാസർ മദനി വടിയും കുച്ചി പിടിച്ചൊരു മൂപ്പരെ പറ്റിയല്ല കേട്ടോ, മൂപ്പര് നല്ല ആളാണ്. മൂപ്പരും ഈ കാന്തപുരയ്ക്ക് എന്തിനു പറയണം? മുമ്പ് പ്രേമ നൈരാശ്യം ഉണ്ടായ 2 ചെറുപ്പക്കാർ, ഒരു ചെറുപ്പക്കാരിയും ഒരു ചെറുപ്പക്കാരനും ഒരു മരത്തിന്റെ ഒരു കൊമ്പിൽ കെട്ടിത്തൂങ്ങി. കാമുകന്മാർ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതിലെ ഒരു സാധു നമ്പൂതിരി പോകുമ്പോ ഇത് 2 എണ്ണം തൂങ്ങി കിടക്കുന്ന കണ്ടു. അപ്പൊ ഉടുത്ത മുണ്ടയച്ച് അയാളും കെട്ടിത്തൂങ്ങി. അയാൾ ഒരു വിവരം അറിയില്ല, കെട്ടിത്തൂങ്ങി. അപ്പൊ 4ാമതൊരാൾ അതിനെ പോകുമ്പോ പറഞ്ഞിരുന്നു, കാമുകൻ പ്രേമ നൈരാശ്യം കൊണ്ട് തൂങ്ങി, കാമുകി മനം നൊന്ത് തൂങ്ങി. എടാ വങ്ക വടുവ എരപ്പാടി വിഡ്ഢി, നീ എന്തിനാ തൂങ്ങിയത്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPI-യും ആണവ കരാറിന്റെ കാര്യം കെട്ടിത്തൂങ്ങി ഇതുകൊണ്ടാണ്. വങ്ക, വടുവ, വിഡ്ഢി, എർപ്പാളി, കാന്തപുരമേ, അബ്ദുൽ നാസർ മദനി, ജമാഅത്ത് ഇസ്ലാം, താൻ എന്തിനടോ ഈ പണിയെടുത്തു? താൻ എന്തിനു തൂങ്ങി? തനിക്കെന്ത് ഇവിടെ കാര്യം? എന്ത് ആണവ കരാർ? ഒരു മൊയിലാർ ആണവ കരാർ പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു എന്താ ആണവ? അപ്പൊ എന്നോട് ആണവ കരാർ അറിയില്ല. ഞാൻ അറിയില്ല. ആണവ കരാർ അറിയില്ലായിരുന്നു. ഞാൻ അതേ അറിയില്ല. നിങ്ങളൊന്ന് പറയും. ഓന് വല്ലതും അറിയാം. ഓൻ ജഹലും ഉറക്കമായാലും പ്രസംഗം മാത്രം. ആണവ കരാർ ജഹലും ഉറക്കം, ജാഹിലുമല്ല, ജഹലും ഉറക്കമാണ്. വെറുതെ പ്രസംഗിക്കാണ് ആണവ കരാർ. ആണവ കരാർ മോശമല്ല എന്ന് പറഞ്ഞത് അബുൽ കലാം ആസാദ്, മറ്റേയാണ് അതിന്റെ പേരെന്താണ്, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം അത് പറഞ്ഞപ്പോ നമ്മുടെ നാസർ മദനിയും VS അച്യുതാനന്ദൻ പറഞ്ഞ ആൾക്ക് വിവരമില്ല. APJ അബ്ദുൽ കലാമിന് ഇതിനെപ്പറ്റി വിവരമില്ല. ആണവ കരാറിനെ പറ്റി വർത്താനം പറയാൻ ലോകത്ത് തന്നെ ഒരു 5 ആളെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് APJ അബ്ദുൽ കലാം ആയിരിക്കും. അയാൾ അതിന്റെ ഷംസുൽ ഉലമയാ, ഖമറുൽ ഉലമയല്ല, ഷംസുൽ ഉലമയാ. ഖമറുൽ ഉലമ പിന്നെ ഷംസിൽ നിന്ന് അതിന്റെ പ്രകാശം കിട്ടിയിട്ട് ഉള്ളതാണല്ലോ ഏർപ്പാട്. ഷംസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഖമർ പ്രകാശം. ഷംസിൽ നിന്ന് കിട്ടിയിട്ടാ പ്രകാശിക്കുക. അത് അടഞ്ഞു പോയിന്. അതുകൊണ്ട് ഇപ്പൊ ഖമറൊന്നല്ല, ഇപ്പൊ ഈ കൂരിരുട്ടാണ്. അത് പണ്ട് പ്രകാശിച്ച കാലം കണ്ടാണ്. ഷംസിന്റെ പ്രകാശം കിട്ടുന്ന കാലത്താണ്. എന്നോട് ഈ ഉള്ളാളം മനുഷ്യൻ എന്നോട് തന്നെ പറഞ്ഞാണ്. ഞാൻ 2 വർഷം ഷംസുൽമന്റെ കീഴിൽ ഓതിയിട്ടുണ്ട്. നമ്മൾ അന്ന് എന്റെ പുരയിൽ വന്നപ്പോൾ മൂപ്പരുണ്ടായിരുന്നു. ഞാൻ 2 വർഷം ഷംസുൽമന്റെ കീഴിൽ ഇവിടെ തളിപ്പുറമിൽ ഓതിയിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയത് മാത്രമാണ് എനിക്ക് ഇൽമ്. അത് മാത്രമാണ് എന്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടുണ്ട് ഇൽമ കൊണ്ട്. ഈ ഉള്ളാളന്തങ്ങൾ ആ മനുഷ്യനാ പിന്നെ എപ്പോ പ്രസംഗിച്ചത്, ഞാൻ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പിടിച്ചോ അങ്ങ് എടുത്തോളി. അതോടെ പൂജ്യാണ്. താജുൽ ഉലമ പൂജ്യലുലമാണ്. പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത് KT മാലുസ്താദിനെ പറ്റി? അയാൾ പറഞ്ഞു എന്റെ പൊരുത്തക്കേടാണ്, സ്റ്റേജുമൽ വീണ് കാഫറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കുന്നു, ഇതിനേക്കാൾ മനോഹരമായൊരു മരണം KT ഉസ്താദിന് ലഭിക്കണമെങ്കിൽ ഹറം ഷരീഫിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ മദീന മുനവറയിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ മിനയിലോ അറഫയിലോ മരിക്കണം. അതല്ലാത്തൊരു മരണം KT മാനു ഉസ്താദിന് കിട്ടാൻ ഏറ്റവും ഹൈറായത് ഇവിടെ വെച്ച് തന്നെയാണ്. നമുക്കറിയാമല്ലോ. ആയുഷ്കാലം മുഴുവൻ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ കഠിനമായി അധ്വാനിച്ചത്, ആ പ്രസ്ഥാനം തന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ സന്തോഷത്തോടെ എനിക്ക് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നു. ഒന്നിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പെണങ്ങോടും തുടങ്ങി 4-5 ആളുകൾ ഒന്നിച്ചു പോകുന്നു. ആംബുലൻസിൽ വെച്ച് ആദ്യം വെപ്പ് പല്ല് എടുത്ത് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. വെപ്പ് പല്ലെടുത്ത് കൊടുക്കുന്നു. മരണത്തിന്റെ ഒരുക്കമാ. പിന്നെ വെള്ളം ചോദിക്കുന്നു. വെള്ളം വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം ഒരു നെടുശ്വാസത്തോടെ അല്ലാഹ് എന്ന് വിളിക്കുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3-4 തവണ സ്ഫുടമായി ചൊല്ലി കണ്ണടച്ചു. എന്നേക്കുമായി യാത്ര പറഞ്ഞു.